ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എലമെൻ്റൽ പി എസ് സി. ജൂൺ 28 നടക്കുന്ന രണ്ടാം ഘട്ട ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു സ്റ്റഡി പ്ലാൻ പരിചയപ്പെടാം. ജൂൺ 1 തൊട്ട് ജൂൺ 27 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടൈം ടേബിളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞതോടുകൂടി നമുക്ക് എക്സാമിൻ്റെ ഒരു രൂപം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലായി കാണും. എന്നിരുന്നാലും നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 27 ഡേ സ്റ്റഡി പ്ലാൻ നമുക്ക് കാണാം. ഏകദേശം 10th ലെവൽ മെയിൻസ് എക്സാമിൻ്റെ അതേ സിലബസാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെയും സിലബസ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വ്യത്യാസമുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന ഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുക. 20 മാർക്കാണ് അതിൽ നിന്നും ലഭിക്കുന്നത്. അതുപോലെ ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്കുണ്ട്, മലയാളത്തിൽ നിന്നും 10 മാർക്കുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്നിവ. അതുപോലെ ഹിസ്റ്ററി. ഈ 2 കാറ്റഗറിയും 10 മാർക്ക് വീതമാണ്. ബാക്കി ജിയോഗ്രഫി, എക്കോണമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയ്ക്കെല്ലാം 5 മാർക്ക് വീതമാണ്. 10th ലെവൽ മെയിൻസ് എക്സാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റും കൂടി ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും നമുക്ക് പുതിയൊരു സബ്ജക്റ്റാണ്. പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുവാൻ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസാണ് ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്സ് പഠിക്കുവാനായിട്ട് ട്രിപ്റ്റൈൻ എന്ന് പറയുന്ന ചാനലിൽ നിന്നും ഒരു പ്ലേലിസ്റ്റ് തന്നെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമുകളുടെ PYQs അടങ്ങിയ 17 വീഡിയോസാണ് അതിൽ നൽകിയിരിക്കുന്നത്. ഈ 17 വീഡിയോസും ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു തീർക്കുന്ന രീതിയിലാണ് ടൈം ടേബിളിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ മലയാളം പഠിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് മലയാളം ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതിൽ മിസ് സീസൺ 6 ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അതിൽ ഏകദേശം 40ഓളം വോയിസുകൾ ഇട്ടിട്ടുണ്ട്. ഈ 40ഓളം വോയിസുകളോടൊപ്പം അതിൻ്റെ നോട്ട്സും ഇട്ടിട്ടുണ്ട്. ഈ 40 വോയിസ് പഠിച്ചു തീർക്കുന്നത് എക്സാമിന് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് തോന്നുന്നു. ഇനിയുള്ള പോർഷൻ ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷ് 10th ലെവൽ മെയിൻസ് എക്സാമിൻ്റെ സെയിം ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇച്ചിരി ലെവൽ കൂടിയതായിരിക്കുമെന്ന് മാത്രം. അതിനകത്തെ 16ഓളം ടോപ്പിക്കുകൾ നമ്മൾ ബേസിക് തൊട്ട് അറിഞ്ഞു പഠിക്കേണ്ടവയാണ്. അതുകൊണ്ട് ഈ 16 ടോപ്പിക്കുകളും ഓരോ ദിവസവും പഠിക്കുന്ന രീതിയിൽ ടൈം ടേബിളിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന 11ഓളം ടോപ്പിക്കുകൾ വൊക്കാബുലറി സെക്ഷനിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ്. അവ നമ്മൾ ഇരുന്ന് പഠിക്കുവാനുള്ള സമയം ഇനിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ 11 വൊക്കാബുലറി ടോപ്പിക്കുകളും PYQവിൽ നിന്നും കണ്ടെത്തി പഠിക്കുന്നതായിരിക്കും ഉചിതം. അതുപോലെ ഏകദേശം 2024 മെയ് മാസം മുതലുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും പഠിക്കുക. 2024 മെയ് തൊട്ട് 2025 ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന രീതിയിൽ ടൈം ടേബിളിൽ ഇട്ടിട്ടുണ്ട്. ഇതിനിടയിലുള്ള 3 സൺഡേയ്സ് പഠിച്ച സബ്ജക്റ്റുകളെല്ലാം റിവൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകളും അവ പഠിക്കേണ്ട രീതിയും ടൈം ടേബിളിൽ പറയാം. ജൂൺ 1 നോക്കേണ്ട ടോപ്പിക്കുകൾ കേരള ഹിസ്റ്ററി, അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുതൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 വരെ നോക്കാം. അതിൽ ട്രാവൻകൂറിൻ്റെ ചരിത്രം, അതുപോലെ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളാണ്. അതുപോലെ മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകൾ കേൾക്കുക. ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക് പഠിക്കാം. ജൂൺ 2 മാത്സിൻ്റെ 2 വീഡിയോ ക്ലാസ്സുകൾ പഠിക്കാം. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്കും പഠിക്കാം. ജിയോഗ്രഫിയിൽ നിന്നും ഫസ്റ്റ് സെക്ഷൻ ബേസിക് ഓഫ് ജിയോഗ്രഫി മുതൽ റിമോട്ട് സെൻസിങ് വരെ നോക്കാം. 3 മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകൾ കേൾക്കാം.
ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്കും പഠിക്കാം. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും മിഡീവിയൽ ഇന്ത്യ തൊട്ട് ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ വരെ നോക്കണം. ജൂൺ 4-ാം തീയതി മാത്സിൻ്റെ 2 വീഡിയോ ക്ലാസ്സുകൾ പഠിക്കുക. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്കും പഠിക്കാം. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം മുതൽ ഇന്ത്യയുടെ നാച്ചുറൽ വെജിറ്റേഷൻ വരെ ഈ ദിവസം നോക്കാം. ജൂൺ 5-ാം തീയതി മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകളും ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്കും നോക്കാം. അതുപോലെ ഹിസ്റ്ററിയിൽ നിന്നും ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി മുതൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 വരെ നോക്കാം. ജൂൺ 6-ാം തീയതി മാത്സിൽ നിന്നും 2 വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്കും നോക്കണം. സബ്ജക്റ്റിൽ നിന്നും ഇന്ത്യൻ ജോഗ്രഫിയിലെ അഗ്രികൾച്ചർ മുതൽ കേരള ജോഗ്രഫിയിലെ റെയിൽവേ, എയർ വരെ നോക്കണം. ജൂൺ 7-ാം തീയതി മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകളും ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്കും നോക്കാം. അതുപോലെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് മുതൽ UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വരെ നോക്കണം. ഈ സിലബസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് 10th ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതി റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. 8-ാം തീയതി സൺഡേ ആണ്. അതുകൊണ്ട് ഈ ആഴ്ച പഠിച്ച എല്ലാ സബ്ജക്റ്റിൻ്റെയും റിവിഷന് വേണ്ടിയിട്ട് 8-ാം തീയതി ഉപയോഗിക്കാം. അതുപോലെ മാത്സിൽ നിന്നും 2 വീഡിയോ ക്ലാസ് കൂടി 8-ാം തീയതി നോക്കാം. ജൂൺ 9-ാം തീയതി മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകൾ, അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്ക് എന്നിവ നോക്കുക. എക്കണോമിക്സിൽ നിന്നും നാഷണൽ ഇൻകം മുതൽ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ നോക്കുക. ജൂൺ 10-ാം തീയതി മാത്സിൽ നിന്നും 2 വീഡിയോ ക്ലാസ്സുകളും ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്കും നോക്കാം. അതുപോലെ സബ്ജക്റ്റിൽ നിന്നും സിവിക്സിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വരെ നോക്കുക. ജൂൺ 11-ാം തീയതി പതിവ് പോലെ മലയാളത്തിൽ നിന്നും 2 വീഡിയോ ക്ലാസ്സുകളും ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്കും നോക്കാം. അതുപോലെ എക്കണോമിക്സിൽ നിന്നും റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് മുതൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് വരെ നോക്കാം. ജൂൺ 12-ാം തീയതി നോക്കേണ്ടത് മാത്സിലെ 2 വീഡിയോസാണ്. ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്കും നോക്കുക. അതുപോലെ സബ്ജക്റ്റിൽ നിന്നും സിവിക്സിലെ ഹ്യൂമൻ റൈറ്റ് മുതൽ സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വരെ നോക്കാം. ജൂൺ 13-ന് മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകൾ നോക്കണം. ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്കും നോക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി മുതൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് വരെ നോക്കാം. ജൂൺ 14-ന് മലയാളത്തിൽ നിന്നും 2 വോയിസ് ക്ലാസ്സുകൾ കേൾക്കാം. അതുപോലെ മാത്സിൻ്റെ ഒരു വീഡിയോ നോക്കിയാൽ മതിയാവും. ഇംഗ്ലീഷിൽ നിന്നും ഒരു ടോപ്പിക്ക് പഠിക്കുക. അന്ന് പഠിക്കേണ്ട സബ്ജക്റ്റ് പോർഷൻ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൽ നിന്നും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മുഴുവൻ പഠിക്കുക. ജൂൺ 15 റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച എല്ലാ സബ്ജക്റ്റും 15-ാം തീയതി റിവൈസ് ചെയ്യുക. അതുപോലെ മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകളും കൂടി കേൾക്കുവാൻ നോക്കണം. അതുപോലെ കറണ്ട് അഫേഴ്സ് മെയ് മാസം 2024 PSC ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് അഫേഴ്സ് എല്ലാം പഠിക്കാം. ആ കറണ്ട് അഫേഴ്സ് PSC ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് അഫേഴ്സ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണോ ചോദിച്ചിരിക്കുന്നത് അത് ഇച്ചിരി കൂടി വാസ്റ്റായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ജൂൺ 15 തൊട്ട് ജൂൺ 26 വരെയുള്ള ദിവസങ്ങളിൽ കറണ്ട് അഫേഴ്സ് PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ഓരോ മാസത്തെയും നോക്കാൻ ശ്രമിക്കണം. ജൂൺ 15-ന് മെയ് മാസം 2024 മെയ് മാസം PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സ് നോക്കുന്നു. അങ്ങനെ നോക്കി ജൂൺ 26 വരെ 2025 ഏപ്രിൽ മാസത്തിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് വരെ കംപ്ലീറ്റ് ചെയ്യുക. ജൂൺ 16-ന് മലയാളത്തിൽ നിന്നും 2 വോയിസ് ക്ലാസ്സുകളും മാത്സിൻ്റെ ഒരു വീഡിയോയും അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്കും നോക്കാം. സബ്ജക്റ്റിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്തി രാജ് മുതൽ കൺകറന്റ് ലിസ്റ്റ് വരെ നോക്കണം. ജൂൺ 17-ന് മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകളും മാത്സിൻ്റെ ഒരു വീഡിയോയും ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്കും നോക്കാം. അതുപോലെ സബ്ജക്റ്റിൽ നിന്നും കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ എന്നിവ വേണം നോക്കാൻ.
ജൂൺ 18 മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകളും മാത്സിൽ നിന്നും ഒരു വീഡിയോ ക്ലാസ്സും നോക്കാം. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്കും കൂടി നോക്കാം. അതുപോലെ അന്നത്തെ ദിവസം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഫസ്റ്റ് സെക്ഷൻ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ജൂൺ 19 മുതലുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി സെക്ഷനിലുള്ള PYQs, വൊക്കാബുലറി സെക്ഷനിൽ നിന്നുള്ള PYQs കണ്ടെത്തി പഠിക്കാൻ നോക്കണം 19 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ. അതുപോലെ ജൂൺ 19 മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകൾ കേൾക്കുക, പഠിക്കുക. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും രണ്ടാമത്തെ സെക്ഷൻ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് മുതൽ മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് വരെ നോക്കാം. ജൂൺ 20 മാത്സിലെ ഒരു വീഡിയോയും മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകളും കേൾക്കുക. അതിനോടൊപ്പം സബ്ജക്റ്റിൽ നിന്നും ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ ആർട്സ് മാത്രം നോക്കാം. ജൂൺ 21 മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകൾ കേൾക്കുക. അതുപോലെ മാത്സിൽ നിന്നും ഒരു വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കണം. അതുപോലെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ കായികമാണ് അന്ന് നോക്കേണ്ട സബ്ജക്റ്റ്. ജൂൺ 22 റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. അതിനോടൊപ്പം തന്നെ മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകളും മാത്സിലെ ഒരു വീഡിയോയും കൂടെ അന്നത്തെ ദിവസം നോക്കാം. ജൂൺ 22 ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാത്സിൻ്റെ ഫുൾ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇനി ജൂൺ 23 മുതൽ ജൂൺ 23 മലയാളത്തിൻ്റെ 2 വോയിസ് ക്ലാസ്സുകൾ കൂടി കേൾക്കുക. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്നും സാഹിത്യം നോക്കാം. ജൂൺ 24 മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകൾ കേൾക്കണം. അതുപോലെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്നും സംസ്കാരം നോക്കാം. ജൂൺ 25 മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകൾ കൂടി കേൾക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും മൂന്നാമത്തെ സെക്ഷൻ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി മുതൽ എനർജി, സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ വരെ നോക്കണം. ജൂൺ 26 മലയാളത്തിലെ 2 വോയിസ് ക്ലാസ്സുകൾ കേൾക്കുക. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും എൻവിറോൺമെൻറ്റൽ സയൻസ് അതാണ് പഠിക്കേണ്ടത്. എൻവിറോൺമെൻറ്റൽ സയൻസ്, ബയോഡൈവേഴ്സിറ്റി ആ പോർഷനാണ് 26 പഠിക്കേണ്ടത്. ഇത്രയും ദിവസം നോക്കുകയാണെങ്കിൽ 15 മുതൽ 26 വരെ അത്യാവശ്യം നമുക്ക് കറണ്ട് അഫേഴ്സ്, PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സും തീരുന്നതായിരിക്കും. ഇങ്ങനെ പഠിച്ചു തീർന്നതിന് ശേഷം നമുക്ക് ജൂൺ 27 പഠിച്ചതെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അതുപോലെ കറണ്ട് അഫേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ദിവസം നോക്കാൻ എല്ലാവരും ശ്രമിക്കണം.